ഒന്നുമില്ല. ചെന്നിട്ട് സാധാരണ എങ്ങനെ വിളിക്കാറ്? ഗിരിച്ചേട്ടാന്ന്. അത് ഇച്ചിരി കൂടി മയത്തിൽ വിളിച്ചു നോക്കി. ഗിരിച്ചേട്ടാ. ഇത് അമ്മാവൻ. ഒന്ന് വിളിച്ചേ. ഗിരിച്ചേട്ടാ. ഈ ഗിരിചേട്ടനെ കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മാവൻ തിരിഞ്ഞു പോകും. അങ്ങനെയല്ല, ഒന്ന് തൊട്ടോ. ഗിരിച്ചേട്ടാ. എന്തടി? നിക്ക് ഞാൻ പോട്ടെ. ആ ശരി. അപ്പം എല്ലാം പറഞ്ഞു. ഈ വിളിയാണ് വിളിക്കണമെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ വിളിച്ചോളൂ. അമ്മ തന്നെ ആലോചിക്കും. പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അമ്മാവൻ്റെ ഇഷ്ടം. അല്ല, ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യാനാ? ഏട്ടാ. ഗിരിച്ചേട്ടാ, ചായ. എൻ്റെ പകലുള്ള ആങ്ങളൊക്കെ കൊണ്ട് കൊടുക്കടി. നിന്നോട് ഇപ്പം ഞാൻ ചായ വെച്ചോ? ഗിരിച്ചേട്ടാ, നിങ്ങളോട് പറയാതെ ഞാൻ ഇതുവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതിപ്പം 2 ദിവസം കഴിഞ്ഞ് എടുത്തു തരാമെന്ന് പറഞ്ഞതുകൊണ്ട് കൊടുത്തതല്ലേ. ഗിരിച്ചേട്ടാ, ദേഷ്യപ്പെടുമ്പോൾ ആ കൊമ്പമീശയൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാ. ഈ ഭംഗിയിലാ ഞാൻ വീണു പോയത്. നീ ഒന്ന് പോയേ, എനിക്കൊന്നും കേൾക്കണ്ട. പോ. ആ ചീരപ്പാടത്തിൻ്റെ വരമ്പിലൂടെ മീശയൊക്കെ പിരിച്ച് ജുബ്ബയൊക്കെ ഇട്ട് മുണ്ടൊക്കെ മടക്കി കുത്തിയ ഒരു വരവുണ്ടായിരുന്നു. ആ വരവ് കണ്ട തെച്ചിക്കോട് രാമചന്ദ്രൻ വരെ തോറ്റുപോകും. ആ, ഞാൻ എത്ര പ്രാവശ്യം അത് നോക്കി നിന്നിട്ടുണ്ടെന്ന് അറിയാമോ? അതെ, നിന്റെ ഈ വെള്ളപൂശലൊന്നും എന്നോട് വേണ്ട. നീ പോയേ. അതെ, ഞാനെന്നാ അമ്പലത്തിൻ്റെ അവിടെ വെച്ചിട്ടേ എൻ്റെ ഭഗവാനോട് പ്രാർത്ഥിച്ച എന്താണെന്നറിയോ? ഈ കൊമ്പനെ എനിക്ക് തന്നെ തരണേന്ന്. ആ എന്നോടാ ഇങ്ങനൊക്കെ. എന്നെ ഡൈവോഴ്സ് ചെയ്യാൻ പോകുന്നു. എൻ്റെ മനസ്സിൽ ആരാ ഉള്ളത്? നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ആ അച്യുതാ, അല്ല വക്കീലിനെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരണ്ട. അതെ, ഒന്നുകൂടി ആലോചിച്ചിട്ട് ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ ഒരുവിധമൊക്കെ എന്തൊക്കെ സോൾവ് ആയ പോലെ ഉണ്ട്. ആ ശരി. ചേട്ടാ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. ഇപ്പോൾ തന്നെ ഏട്ടനും ഒരുപാട് കോലം കെട്ടതുപോലെയാ. പോവാം ഏട്ടാ. ചായ പിടിക്കാം. അല്ലട കനക, അതെ ഞങ്ങൾ രണ്ടാളും അങ്ങോട്ട് വീട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിക്കും. ഡൈവോഴ്സ്, അച്ഛൻ പിണക്കം, ആണത്തം. ആണത്തുള്ളവൻ തന്നെയാടാ. ഉണ്ടോ? ആണത്തുള്ളവനാ ഗിരിരാജൻ. ആ കെട്ടിയ പെണ്ണിനെ മരണം വരെ പോറ്റാൻ ആണത്തുള്ളവനാണ് ഞാൻ. ആണത്തുള്ള ഇവിടെ എന്തൊക്കെയായിരുന്നു? മലപ്പുറം കത്തി അമ്പും വില്ലും. ഇപ്പതാ പുലി പോലെ വന്നാൽ എലി പോലെ പോകാൻ പോകും.